ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 1. വൈകിട്ടത്തെ ചായ കുടിയും കഴിഞ്ഞ് റൂം ലോക്ക് ചെയ്ത് അവളുടെ മിഷ്ടി എന്നു പേരുള്ള പോമറേനിയനുമായി ക്വാർട്ടേഴ്സിന് താഴെയുള്ള പാർക്കിലേക്ക് നടക്കുമ്പോൾ മിഷേൽ എതിർവശത്തു കൂടെ വരുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചും വിഷ് ചെയ്തും പരിചയം അറിയിച്ചു. ഇത് മിഷേൽ ജോർജ്, മധ്യവയസ്സുള്ള എന്ന് പറഞ്ഞാൽ ഒരു 45 കഴിഞ്ഞ പ്രൗഢിയും വിനയവും കൂടിക്കലർന്ന മുഖഭാവമുള്ള ഒരു മിലിറ്ററി നഴ്സാണ്. ഈ പ്രായത്തിലും കണ്ണുകളിൽ കുസൃതിയുണ്ട്. ചുണ്ടുകളിൽ എപ്പോഴുമുള്ള ഒരു നനുത്ത പുഞ്ചിരിയും. സൗമ്യമായ ഇടപെടലാണ് അവളുടെ പ്രത്യേകത. കോട്ടയം മുഹമ്മക്കാരിയാണ്. എങ്കിലും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് അവളൊരു മലയാളിയാണ് എന്ന്. വർഷങ്ങളായി നാട് വിട്ട് ജീവിക്കുന്നു. അതിനാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വന്നിട്ടുണ്ട് അവളിൽ. ഉയർത്തിക്കെട്ടിയ പോണിറ്റെയിൽ മുടിയും കറുപ്പിച്ചെഴുതിയ കണ്ണുകളും ലൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്കും ഒരു സിംഗിൾ സ്റ്റഡ് വെച്ച കമ്മലും ചെറിയൊരു മാലയുമാണ് അലങ്കാരമായി ഉള്ളത്. ഉത്തർപ്രദേശിലെ ലക്നൌ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഇൻചാർജാണ്. ക്വാർട്ടറിൽ ഒറ്റയ്ക്കാണ് താമസം. ഭർത്താവ് ജോർജ് തോമസ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു. വീട്ടുകാരുടെ അനുവാദത്തോടെയുള്ള പ്രണയവിവാഹമായിരുന്നുവെങ്കിലും ജോർജിന്റെ മരണത്തോടെ മിഷേൽ അവരുമായി വലിയ ബന്ധമൊന്നുമില്ലാതെയായി. ഒരു സാധാരണ കുടുംബത്തിലെ ആയിരുന്നു അവൾ. എന്നാൽ ജോർജിന്റേത് എല്ലാ കുടുംബമഹിമയും വിളിച്ചോതുന്ന ആലിങ്കൽ തറവാട്. മിഷേലിന്റെ ഒരു മകളുള്ളത് കോളേജ് പഠനത്തിനായി കേരളത്തിൽ പോയതാണ്. കൂടെ പഠിച്ച ജെറിനെ വിവാഹം കഴിച്ച് അവിടെ തന്നെ കൂടി. പപ്പയുടെ കൂട്ടരുമായാണ് അവൾക്ക് അടുപ്പം. കാരണം മറ്റൊന്നുമല്ല, അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുന്നിൽ കുടുംബമഹിമ പറയാൻ സാധിക്കുന്ന കുടുംബമാണ് ആലിങ്കൽ കുടുംബം. മിഷേലിന്റെ പട്ടിണിപ്പാവങ്ങളായ കുടുംബവുമായി അവൾക്ക് ഒരു ബന്ധവുമില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവൾ മമ്മിയോട് പോലും സംസാരിക്കുന്നത്. മമ്മിയുടെ ഒതുങ്ങിയുള്ള ജീവിതത്തോട് അവൾക്ക് ചെറിയ പുച്ഛമാണ്. പൂർണ്ണമായും ഭർത്താവിന്റെയും പപ്പയുടെ വീട്ടുകാരുടെയും സ്വന്തമായിരുന്നു മെലീസ എന്ന മിലിമോള്. മിഷേലും എന്നോ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ കൂട്ടുകാരും അവളുടെ മിഷ്ടിയുമായിരുന്നു ആകെയുള്ളത്. എങ്കിലും ആ ജീവിതം അവളും ആസ്വദിച്ചു. താഴെ പാർക്കിൽ വന്ന അവൾ മിഷ്ടിയെ കളിക്കാൻ വിട്ട് എന്നത്തെയും പോലെ അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്നു. ഹലോ മിഷേൽ. ഹലോ സാബ്, എന്താ വിശേഷം? സുഖം മിഷേൽ, തനിക്കെന്താ വിശേഷം? സ്പീഡിലുള്ള നടത്തക്കിടയിലാണ് അവന്റെ ചോദ്യം. സുഖം. ഇന്നെന്തു പറ്റി? ഒറ്റയ്ക്കാണല്ലോ. ഓ അതോ, എല്ലാവരും ക്രിക്കറ്റ് കാണുന്നു. IPL തുടങ്ങിയല്ലോ. സാധാരണ അവർ 3 പേരെ ഒന്നിച്ചാണ് കാണുന്നത്. അതാണ് മിഷേൽ ചോദിച്ചത്. മനസ്സിലായി. ആകാശം ഇടിഞ്ഞു വീണാൽ പോലും സാബ് ഈവനിംഗ് വാക്ക് ഉപേക്ഷിക്കാൻ തയ്യാറല്ലല്ലോ. ഈ ആരോഗ്യം, അത് മാത്രാണേ ഒരു സമ്പാദ്യം. അവനും ചിരിച്ച് മറുപടി പറഞ്ഞു. ഇന്ന് ഗംഗാധരൻ ഇല്ലേ സാബ്? ഉണ്ടുണ്ട്, അവിടെ തന്റെ മിഷ്ടിയുടെ കൂടെ റൊമാൻസിലാണ്. എന്റെ കർത്താവേ, ഈ മിഷ്ടി. ഞാൻ എന്നാൽ അവളെ ഒന്ന് പിടിച്ചോണ്ട് വരട്ടെ. എന്നാ വരട്ടെ സാബ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതും പറഞ്ഞ് ഹരിദേവ് എന്ന മേജർ വീണ്ടും നടത്തം തുടർന്നു. മേജർ ഹരിദേവ് 50 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു ക്രോണിക് ബാച്ചലറായ മലയാളി. നല്ല ഒത്ത നീളവും അതിനൊത്ത വണ്ണവും. ഒരു എക്സർസൈസ് ഫ്രീക്കാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പ്രൗഢഗംഭീരമായ മുഖം. ആകെയുള്ള കൂട്ടെന്ന് പറയുന്നത് അടുത്ത് താമസിക്കുന്ന ബ്രിയാൻ എന്ന തമിഴൻ ചെറുപ്പക്കാരനും സാബിന്റെ തന്നെ പ്രായമുള്ള റഷീദ് എന്ന മലയാളിയുമാണ്. കുറച്ച് ചൂടനാണെങ്കിലും സ്ത്രീകളോട് പൊതുവെ സൗമ്യമായാണ് ഹരിദേവ് പെരുമാറുന്നത്. കൊല്ലം ചിന്നക്കടയാണ് സ്വദേശം. അച്ഛന്റെ മരണശേഷം കുടുംബം നോക്കിയവൻ. സഹോദരങ്ങളുടെ തനിനിറം മനസ്സിലായതുകൊണ്ട് അമ്മയുടെ മരണശേഷം നാടുമായുള്ള ബന്ധം പാടെ ഉപേക്ഷിച്ചവൻ. മേജർ ജനറലായ അദ്ദേഹം എല്ലാവരുടെയും സാബാണ്. അദ്ദേഹത്തിന് ആകെ ഇവിടെയുള്ള ബന്ധു അദ്ദേഹത്തിന്റെ ഗംഗാധരൻ എന്ന പട്ടിയാണ്. അതെ, ഈ പേര് വന്നതിന് പിറകിലും ഒരു കഥയുണ്ട്. പണ്ട് മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത സമയത്ത് അമ്മാവനോട് സുന്ദരിയായ മകളെ വിവാഹം കഴിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രാരാബ്ധക്കാരനാണെന്ന് പറഞ്ഞ് അമ്മാവൻ ആട്ടി ഓടിച്ചതിന്റെ പ്രതിഷേധമായാണ് നമ്മുടെ ഹരി വളർത്തിയ പട്ടികൾക്കെല്ലാം അമ്മാവന്റെ തന്നെ പേരായ ഗംഗാധരൻ എന്ന പേരിട്ടത്. പലരും അവന്റെ ബാച്ചിലർഹുഡിന് കാരണം പ്രണയനൈരാശ്യമെന്നും കുടുംബ പ്രാരാബ്ധമെന്നും പറയുന്നു. എങ്കിലും സത്യം എന്തെന്ന് ഇന്ന് വരെ സാബും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. മിഷേൽ ചെല്ലുമ്പോൾ കണ്ടു മിഷ്ടിയുടെ പിറകെ മണത്ത് നടക്കുന്ന ഗംഗയെ. ഡീ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവന്റെ കൂടെയുള്ള ചുറ്റിക്കളി അധികം വേണ്ടാന്ന്. വളരുന്നതിനനുസരിച്ച് നിനക്ക് അനുസരണ കുറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നേ മിഷ്ടി. തറയിൽ നിന്നും അവളെ കയ്യിൽ കോരിയെടുത്തപ്പോൾ മിഷ്ടി വീണ്ടും താഴേക്ക് തന്നെ ഊഴ്ന്നിറങ്ങി. അവര് പ്രണയത്തിലാണടോ. താൻ ഇങ്ങനെ അവരെ ശല്യം ചെയ്യാതെ. ഒരു റൗണ്ട് എടുത്ത് കറങ്ങി അവളുടെ അടുത്തെത്തിയ ഹരി വിളിച്ചു പറഞ്ഞു. അതങ്ങനെയല്ലേ വരൂ സാബ്. ഗംഗയെ പോലെ അല്ല എന്റെ പെണ്ണ്. അവളൊരു തൊട്ടാവാടിയാണ്. വല്ല അസുഖവും പിടിച്ച ഞാൻ പെട്ടുപോകും സാബ്. ഇന്ന് തന്റെ കാന്താരി വന്നില്ലേ?
ഇല്ല, അവളും ക്രിക്കറ്റ് ഭ്രാന്തുള്ളവളാണല്ലോ. അതും പറഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ മിഷേൽ അവളുടെ പെണ്ണിനെയും കൊണ്ട് നടന്നുപോയി ബെഞ്ചിലിരുന്നു. ബെഞ്ചിന്റെ കാലിൽ മിഷ്ടിയെ കെട്ടിയിട്ടു. എന്നും ഉള്ളതാണിത്. ഇനി ആ ബെഞ്ചിൽ അവൾ ഒരു 2 മണിക്കൂർ ഇരിക്കും, ഇരുട്ട് വീഴുന്നത് വരെ ഫോണിൽ കുത്തി. എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് മാത്രം അറിയാം. ഓക്കെ മിഷേൽ, ബൈ, സീ യു ടുമാറോ. യാത്ര പറഞ്ഞ് ഹരിസാബ് പോയപ്പോൾ അവളും ഒന്ന് ചിരിച്ച് അവന് ബായ് പറഞ്ഞു. മിഷ്ടി 1-2 വട്ടം കുതിച്ചു ചാടി അവളുടെ കൂട്ടുകാരനോട് യാത്ര പറഞ്ഞു. അടുത്തു തന്നെയാണ് രണ്ടുപേരുടെയും താമസമെങ്കിലും ഈ പാർക്കിൽ കാണുന്ന പരിചയത്തിനപ്പുറത്തേക്ക് അടുപ്പമില്ല. മിഷേലിന്റെ അടുത്ത കൂട്ടുകാരിയും ഭർത്താവുമാണ് അവളുടെ വീടിന് ഓപ്പോസിറ്റ് താമസിക്കുന്നത്. അവരുടെ മകളാണ് കാന്താരി എന്ന് സാബ് വിളിക്കുന്ന ജോഹാന. മിഷേലാണ് അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. പെണ്ണിപ്പോ കോളേജിലാണെങ്കിലും മനസ്സിൽ നിറയെ ബ്രിയാൻ എന്ന പട്ടാളക്കാരനാണ്. അവനോ ഇവളെ കണ്ട മടല് വെട്ടിയടിക്കും. ബ്രിയാൻ ഹാഫ് മലയാളിയാണ്, അമ്മ വഴി. ജോഹാനയുടെ അമ്മ ലിസിയും അവിടെ തന്നെ നഴ്സാണ്. ഭർത്താവ് ടോമിച്ചൻ ഹരിസാബിന്റെ ഓഫീസിലുമാണ്. അതുകൊണ്ട് എന്ത് മെഡിക്കൽ സഹായവും ഹരിക്ക് വേണമെങ്കിലും അവര് ഭാര്യയും ഭർത്താവുമാണ് സഹായിക്കുന്നത്. 2 മണിക്കൂർ പാർക്കിലിരുന്ന് ഫോണിൽ സമയം കളഞ്ഞു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് മിഷേൽ കണ്ടത് ജോഹാന പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കറങ്ങുന്നത്. എന്തോ പന്തികേട് തോന്നി മിഷേൽ അവളുടെ അടുത്തേക്ക് ചെന്നു. ജൂഹി, എന്താ നീ ഇവിടെ? അത് മിഷി ആന്റി, ഒന്നുമില്ല, ഞാൻ വെറുതെ. ജൂഹി, നിന്റെ മുഖത്ത് നല്ല കള്ളലക്ഷണമുണ്ട്. പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിന്റെ മമ്മിയെ വിളിച്ചു പറയും. അതാന്റി, ഒന്നുമില്ല, ഞാൻ വെറുതെ. വെറുതെയോ? അവൾ ഒന്നുകൂടി കടുപ്പിച്ച് ചോദിച്ചു. അത് വേറെ ഒന്നുമല്ല ആന്റി, ആ പാണ്ടി കരടിയുടെ ബൈക്കിലൊന്നിരിക്കാൻ ഒരു കൊതി. കണ്ടാൽ എന്നെ 4 ഒടിച്ചു മടക്കും. എത്ര ചോദിച്ചാലും ഒരു ലിഫ്റ്റ് തരാൻ എങ്ങനെയാ? അപ്പോ ആരുമില്ലാത്ത സമയം നോക്കി വന്നതാണ്. ആന്റിക്ക് അറിയാലോ ബുള്ളറ്റിന്റെ വീക്ക്നെസ് ആണെന്ന്. ഓവ്, ആ ബുള്ളറ്റുകാരനും എനിക്കറിയാം. അവന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടാതെ പോകാൻ നോക്ക് പെണ്ണേ. ഇപ്പൊ ഇനി ആകാശം ഇടിഞ്ഞു വീണാ പോലും കരടി വരില്ല ആന്റി, മാച്ചിൽ ലയിച്ചിരിക്കായിരിക്കും. അത് ശരിയാ, അവന്റെ തല്ലും കൊണ്ട് കരഞ്ഞുകൂവി വരരുത്. ഹേ, ഒരിക്കലുമില്ല, ഞാൻ കാഞ്ഞിരപ്പള്ളി ടോമിച്ചന്റെ മോളാ. ആയിക്കോട്ടെ. അതും പറഞ്ഞ് അവൾ തിരിച്ചുപോയി. റൂമിൽ ചെന്ന് രാവിലേക്കുള്ള മലക്കറിയൊക്കെ അരിഞ്ഞുവെച്ച് എന്നുമുള്ള 1 മണിക്കൂർ പാടി പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങിയ മിഷേൽ വീണ്ടും ഫോൺ എടുത്തു. എന്തോ ഒന്ന് കണ്ട് അവളുടെ മുഖം ഒന്ന് തിളങ്ങി. ഒരിക്കൽ കൂടി അവൾ ആ റിവ്യൂ വായിച്ചു. മാലിനിയിലെ നൈർമല്യം എന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് അവളെ സ്വന്തമാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ വാക്കിനും ജീവനുള്ളതുപോലെ. അത് രചയിതാവിന്റെ കഴിവാണ്. അപാരം. എങ്ങനെ സാധിക്കുന്നു ഇത്രമാത്രം? സന്തോഷത്തോടെ അവളും മറുപടി എഴുതി. ഒത്തിരി സന്തോഷം. നിങ്ങളുടെയൊക്കെ റിവ്യൂ ആണ് എന്റെ പ്രചോദനം. പോസ്റ്റ് ചെയ്ത അവൾ ഓർത്തു. 1 വർഷമായി ചേമ്പില എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ഓരോ കഥയ്ക്കുമുണ്ടാകും ഈ കാവൽക്കാരൻ എന്ന തൂലികാനാമധാരിയുടെ കമന്റ്. അവളും ഇപ്പോൾ അയാളുടെ കമന്റിനായി കാത്തിരിക്കാൻ തുടങ്ങി. ഒരേ രീതിയിലാണ് അവർ രണ്ടുപേരുടെയും ചിന്തകൾ പോകുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവളിടുന്ന എല്ലാ സസ്പെൻസും അവൻ ഇൻബോക്സിൽ വന്ന് പൊളിച്ചിട്ട് ഒരു പോക്കുണ്ട്. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ മിഷേലിന്റെ ഒരു എനർജി ബൂസ്റ്ററാണ് ഈ കഥ എഴുത്ത്. അവിചാരിതമായാണ് അവൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എഴുതി തുടങ്ങിയത്. ഇന്നും അവൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണത്. എന്നാൽ വളരെയധികം കൂട്ടുകാരെ അവൾ ഇവിടെ നിന്ന് നേടിയിരുന്നു. ആരുമായും പേഴ്സണൽ കണക്ഷൻ ഇല്ല എങ്കിലും ഇൻബോക്സിൽ അവരുടെ എല്ലാം ജീവിതങ്ങൾ അവളുമായി പലരും പങ്കുവച്ചു. പലർക്കും അവളൊരു നല്ല കൂട്ടുകാരിയായി. മറ്റു ചിലർക്ക് ഒരു മെന്റർ. അപ്പോഴും അവൾ ആരെന്നോ എന്തെന്നോ മാത്രം ആരും അറിഞ്ഞില്ല. അങ്ങനെ കഥ എഴുതിയും വായിച്ചും അവളും ഉറങ്ങി. കോളിംഗ് ബെൽ കേട്ട് ബാഗും എടുത്ത് മിഷി പെട്ടെന്ന് വാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ് മിഷേൽ. ഗുഡ് മോർണിംഗ് ലിസി. ഇന്നെന്താ താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട, ഒരപ്പനും മോളും എന്നുള്ള കാര്യങ്ങൾ തന്നെ. എന്നിട്ട് പോയില്ലേ അവള്? ആ, വരുന്നുണ്ട്. താഴെ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ കണ്ടു ദേഷിച്ച് കാറ്റുപോയ ബുള്ളറ്റിന്റെ വീലിൽ ആഞ്ഞു ചവിട്ടുന്ന ബ്രിയാൻ. എന്തുപറ്റി ബ്രിയാൻ? അറിയില്ല മാം, ആരോ രാത്രി എന്റെ ബുള്ളറ്റിന്റെ കാറ്റ് ഊരിവിട്ടു. എന്റെ കൈ കിട്ടട്ടെ. മിഷേൽ പതിയെ ജൂഹിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരാക്കിയ ചിരിയുമായി അവൾ മിഷേലിനെ നോക്കിയൊന്ന് കണ്ണടച്ച് കാണിച്ചു. ബ്രിയാൻ, എന്റെ കൂടെ പോരെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ് മാം. അതും പറഞ്ഞ് അവൻ വന്ന് മിഷേലിന്റെ കാറിൽ കയറിയിരുന്നു. മിഷി ആന്റി, എന്നെ കൂടി ബസ് സ്റ്റാൻഡിൽ വിട്ടേരെ. ജൂഹിയും ഓടി വന്ന് അവളുടെ കാറിൽ കയറി. അതും നോക്കി അന്തം വിട്ട് 1 നിമിഷം നിന്ന ടോമിച്ചൻ ലിസിയെ നോക്കി പറഞ്ഞു, അതെങ്ങനെയാ, അമ്മയുടെ അല്ലേ മോള്. അതും പറഞ്ഞ് അവരും വണ്ടിയെടുത്തു പോയി. പുറകുവശത്തെ സീറ്റിലിരുന്ന ജോഹാന അറിയാത്ത പോലെ മുന്നിലിരുന്ന ബ്രിയാന്റെ പുറകിൽ വിരലോടിച്ചു.
കൂടെ ചുണ്ട് കടിച്ച് ചിരിച്ചു. അവന് മനസ്സിലായി എങ്കിലും മിഷേൽ ഇരിക്കുന്നത് കാരണം അവൻ ഒരു പ്രാവശ്യം അവളെ ഒന്ന് രൂക്ഷമായി തിരിഞ്ഞു നോക്കി എന്നതൊഴിച്ചാൽ പിന്നെ ഒന്നും പറഞ്ഞില്ല. ബസ് സ്റ്റോപ്പിൽ അവൾ ഇറങ്ങിയപ്പോൾ അവനെ ഒന്ന് നോക്കിയെങ്കിലും അവൻ ഇവളുടെ വശത്തേക്ക് നോക്കിയതുപോലുമില്ല. ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന മിഷേലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താ ഒരു സൈലന്റ് വാർ? ഹേയ്, അങ്ങനെയൊന്നുമില്ല മാം. അവള് പാവമാണ്. അതിനവൻ മറുപടി പറഞ്ഞില്ല. അത് കാരണം അവന്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്കും മനസ്സിലായില്ല. അന്ന് ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു മിഷേലിന്. വൈകിട്ടത്തെ പാർക്കിൽ പോക്ക് താമസിക്കുന്നത് കാരണം ഇന്ന് പോകണ്ട എന്ന് തീരുമാനിച്ചു മിഷേൽ. ആന്റി, പാർക്കിൽ പോകാൻ വരുന്നില്ലേ? ഇല്ല ജൂഹി, ഇന്ന് കുറെ താമസിച്ചു എത്താൻ. ഞാൻ ഇന്നില്ല, നല്ല ക്ഷീണം. പ്ലീസ് ആന്റി, ഒറ്റയ്ക്ക് എനിക്ക് ബോറാവും. പ്ലീസ് 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 പ്ലീസ്, കുറച്ചു നേരത്തേക്ക് ഒന്ന് പോവാം. ഷോ, ഈ പെണ്ണ്, ഞാൻ തോറ്റു വിളക്കൊണ്ട്. ഇപ്പൊ വരാം. അവിടേക്ക് നടന്നു ചെന്നപ്പോഴേ കണ്ടു സാബ് ബ്രിയാനുമായി നടക്കുന്നു. ഹലോ മിഷേൽ. ഹലോ കാന്താരി. ഇന്നെന്താ കാന്താരി ലേറ്റായോ? ഹലോ സാബങ്കിൾ. അതെ, ഞാനല്ല ലേറ്റായത്, ഈ ആന്റിയാണ്. ഓഹോ, എങ്കിൽ നടക്കട്ടെ, കാണാം. അതും പറഞ്ഞ് ഹരി വീണ്ടും നടത്ത തുടർന്നു. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ അറിഞ്ഞു രാത്രിയിൽ കോവിഡ് വാർഡിൽ എന്തോ പ്രശ്നം നടന്നുവെന്ന്. മിഷേൽ റെക്കോർഡ്സ് നോക്കുമ്പോഴാണ് മിഷേലിനെ വിളിക്കാൻ ആള് വന്നത്. മാം, മേജർ സാബ് വന്നിട്ടുണ്ട്, മാമിനെ അന്വേഷിക്കുന്നു. മിഷേൽ പെട്ടെന്ന് തന്നെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. സർ. മിഷേൽ, നിങ്ങളാണോ ഇൻചാർജ്? അതെ സർ. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ജോലി ചെയ്യാൻ മനസ്സിലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കൂടെ? അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദേഷ്യം വന്നാൽ അവൻ മുന്നും പിന്നും നോക്കാതെയാണ് സംസാരം. സോറി സാർ, അത് വേണ്ട, എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എന്റെ സോൾജിയേഴ്സിന്റെ ജീവനും വെച്ചുള്ള കളി ഒന്നും തന്നെ ഞാൻ ക്ഷമിക്കില്ല. കൊറോണ കാരണം തന്നെ നഷ്ടങ്ങൾ അധികമാണ്. സോറി സാർ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. വേണം, മിഷേലിന് പോകാം. ശ്വാസം വലിച്ചു പിടിച്ച് അവൾ വെളിയിലേക്ക് നടന്നു. കിട്ടിയോടി സദ്യ? പിന്നെ പാൽപ്പായസവും കൂട്ടി കിട്ടി. ഹോ, ചെവി അടിച്ചുപോയി. ആരായിരുന്നു ഇന്നലെ കോവിഡ് വാർഡിൽ ഡ്യൂട്ടിയിൽ? ഓ, ആരായാലും എന്താ, ഇൻചാർജ് ഞാനല്ലേ, അപ്പൊ പിന്നെ ഞാൻ തന്നെ കേൾക്കണമല്ലോ. ഇന്നലെ നടന്ന ജോലി പിഴവ് കാരണം മിഷേൽ നല്ല തിരക്കിലായിരുന്നു മുഴുവൻ ദിവസവും. ഓരോ സ്റ്റാഫിനെയും സ്നേഹത്തോടെയും അതുപോലെ കാർക്കശ്യത്തോടെയും ഈ സമയത്ത് ജോലി ചെയ്യേണ്ടത് എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കി കൊടുത്ത് സമയം പോയതറിഞ്ഞില്ല. കൂടെ കോവിഡ് വാർഡിലെ എല്ലാവരെയും സ്നേഹത്തോടെ അവരുടെ ജോലിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്തു. വൈകിട്ടത്തെ പാർക്കിലേക്ക് പോക്കിന് സമയമാകുന്നതിന് മുൻപ് തന്നെ ജൂഹി വന്നു അവളെ വിളിക്കാൻ. എന്താ ജൂഹി കൊച്ചേ, നല്ല ഇളക്കമുണ്ടല്ലോ. ആന്റി നോക്കിക്കോ, ഇന്ന് ഞാൻ ആ പാണ്ടിയോട് എന്റെ ഇഷ്ടം പറയും. പട്ടാളക്കാരനെന്ന് പറഞ്ഞിട്ടെന്താ പേടിത്തൊണ്ടൻ. മോളെ വേണ്ട, നിന്റെ മമ്മി നിന്നെ നിർത്തിപ്പൊരിക്കും. ആന്റി കാല് മാറരുത്, എനിക്ക് അവൻ തന്നെ മതി, ആ പാണ്ടിക്കരടി. മിഷ്ടിയും എടുത്ത് അവള് തന്നെ ആദ്യം ഇറങ്ങി. വീട് പൂട്ടി മിഷേലെത്തിയപ്പോഴേക്കും ജൂഹി താഴെ എത്തിയിരുന്നു. സാബ് ബ്രിയാനോട് സംസാരിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ജൂഹി ഓടി അവരുടെ കൂടെ എത്തി. ഹലോ അങ്കിൾ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് കാന്താരി. എന്തുണ്ട് പിന്നെ വിശേഷങ്ങള്? പുതിയ കുരുത്തക്കേടൊന്നും ഇല്ലേ? ഞാൻ പാവല്ലേ അങ്കിൾ. അത് കേട്ടതും ബ്രിയാൻ അവളെ നോക്കിയൊന്ന് ചുണ്ടു കൂർപ്പിച്ച് കാണിച്ചു. സാബ് മുന്നോട്ട് നടന്നപ്പോൾ ബ്രിയാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു, ഡീ, ഇനി എന്റെ ബുള്ളറ്റിൽ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. പിന്നെ താൻ തന്റെ പോക്കറ്റിൽ വെച്ചോ എന്നാ തന്റെ ബുള്ളറ്റ്. നീയാണതിന്റെ കാറ്റ് കളഞ്ഞതെന്ന് എനിക്ക് അറിയാതെയല്ല. പിന്നെ വെറുതെ മാമിന്റെ മുന്നിലൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. ഓ പിന്നെ, അല്ലെങ്കിൽ ഇയാൾ എന്നെ അങ്ങ്. എന്താ നീ പല്ലിനടിയിൽ വെച്ച് പറയുന്നത്? ഉറക്കെ പറയടി. ഒന്നും പറഞ്ഞില്ലേ. അതും പറഞ്ഞ് അവള് മിഷേലിന്റെ അടുത്ത് വന്നിരുന്നു. എന്തു പറ്റി? ഓ, എന്ത് പറ്റാൻ, കരടി സ്വഭാവം കൊണ്ടുവന്ന എങ്ങനെയാണ് ആന്റി ഇഷ്ടം പറയുന്നത്? നമ്മൾ പ്രണയത്തോടെ നോക്കുന്നത് കണ്ട കരടി ഒരുമാതിരി ചെറഞ്ഞാണ് വരുന്നത്. ഷോ, കഷ്ടം. ഹലോ മിഷേൽ, എന്താടോ വിശേഷം? സുഖം സാബ്. സാബിന് സുഖാണോ? അതെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഫിറ്റ് ആൻഡ് ഫാസ്റ്റ്. അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. അയ്യടാ, രാവിലെ ചീത്ത വിളിക്കാൻ നേരം ഈ പരിചയം കണ്ടില്ലല്ലോ. എന്താ ആന്റി ഇപ്പൊ എന്താ പതുക്കെ പറഞ്ഞത്? പതുക്കെ പറയുവണ്ണേ. രാവിലെ സാബ് എനിക്ക് നല്ല പാൽപ്പായസം കൂട്ടി സദ്യ തന്നു. എന്നിട്ടാണിപ്പോ ഇത്ര നോർമലായിട്ട് സംസാരിക്കുന്നത്. ആണോ? ഈ വർഗം മുഴുവൻ അങ്ങനെയാണല്ലേ, ഹൃദയം ഇല്ലാത്തവരാണ്. ഡീ ഡീ ഡീ, അതില് നിന്റെ പപ്പയും വരും. ഹാ പപ്പയും കണക്കാണ്. ഒറ്റരുതേ ആന്റി, ജീവിതമാണ്.
അന്ന് അവളുടെ കഥയ്ക്ക് കാവൽക്കാരന്റെ റിവ്യൂ വന്നില്ല. മിഷേലിന് നല്ല വിഷമം തോന്നി. ഷോ, എന്ത് കഷ്ടമാണ്. ഇത്രയും നല്ല പാർട്ടാണ് ഇട്ടത്. ഒന്ന് അഭിപ്രായം പറഞ്ഞാൽ എന്താ? കുറെ കാത്തിരുന്നു. അവസാനം സഹികെട്ട് അവൾ ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടു. ഇന്നത്തെ പാർട്ട് വായിച്ചില്ലേ? റിവ്യൂ കണ്ടില്ല? അതിനും മറുപടി വന്നില്ല. രാവിലെ എഴുന്നേറ്റ് മിഷേൽ ആദ്യം നോക്കിയത് റിവ്യൂ വന്നോ എന്നാണ്. ഇല്ല എന്ന് കണ്ട് നല്ല വിഷമം തോന്നി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.